എനിക്ക് എന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണ് ഈ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത്. അത് ചെറുപ്പം മുതലേയും ഇപ്പോഴും ഒരു അവസരം കിട്ടിയാൽ എനിക്കത് കുക്ക് ചെയ്യുന്നതാണ് എന്നെ മോസ്റ്റ് ഹാപ്പി ആക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. എല്ലാവരോടും പറയേണ്ടത് യു ഇൻവെസ്റ്റ് ഫുഡ്. നല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണം ചിലവാക്കൂ. എന്താണ് കൈപ്പുണ്യം? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിവാദമാകുന്ന ഒരു കാര്യമാണ്. സയന്റിഫിക്കലി നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. പ്രാക്ടീസ് ആയിരുന്നു. കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ബെസ്റ്റ് കൈപ്പുണ്യമായിട്ട് വരും. ഷെഫ് പിള്ള ഇത്ര റെസ്റ്റോറൻറ്റ് ചെയ്തു. ഒരു റെസ്റ്റോറൻറ്റ് ആവറേജ് ചെയ്യണമെങ്കിൽ 3 കോടി രൂപയാണ്. 30 റെസ്റ്റോറൻറ്റോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 100 കോടി രൂപയാണ് ഇതിൻ്റെ ഒരു വർക്ക്. വളരെ വിചാരം ഈ ഷെഫിന് എങ്ങനെ 100 കോടി കിട്ടി? ഇത് ഇന്നാളുടെ ബിനാമിയാണ്, ഇന്നാളുടെ കള്ളപ്പണമാണെന്നൊക്കെ പറഞ്ഞ് വരും. ഒരു പൊറോട്ട മാസ്റ്റർക്ക് കേരളത്തിൽ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് പോയാൽ മിനിമം ഒരു 30,000 to 40,000 സാലറിയാണ്. ഒരു എഞ്ചിനീയർ ഒരു MBBS ഫസ്റ്റ് ഹൗസ് സർജന് പോലും ചിലപ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല. ഫിഷ് നിർമ്മാണം ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. യെസ്, സ്വയം ഉണ്ടാക്കിയല്ലേ? സ്വയം ഉണ്ടാക്കിയതല്ല. ആ ഒരു ഡിഷ് ആക്ച്വലി ഇവിടെ നമ്മുടെ കോട്ടയത്ത് പാലയിലൊക്കെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒറിജിൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കരിമീൻ പൊള്ളിച്ചതെന്ന് പറഞ്ഞൊരു സാധനമാണ്. കരിമീനിലായിരുന്നു ഉണ്ടാക്കി. നിർവ്വാണം എന്നൊക്കെയുള്ള പേരും അതിൻ്റെ ഒരു ഇന്നോവേഷനും അങ്ങനത്തെ കുറേ പരിപാടി നമ്മൾ ചെയ്തു എന്ന് മാത്രമാണ്. ലണ്ടനിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കും വാട്സാപ്പിൽ അയച്ച് ബാരൻ ചെക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വെരി ഫേമസ്. കളി തോറ്റ പിന്നെ എന്ത് കൊത്തു പറയട്ടെ. ഞാൻ ദൂരെ നിന്ന് കണ്ടു. നമുക്ക് പറയാൻ പറ്റില്ല. ഞാനും കഷ്ടപ്പെട്ട് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന മസാല ഒക്കെ ഇട്ട് ഉണ്ടാക്കിയാന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പേരിക്കുള്ള തള്ളുക എന്നൊക്കെ പറയും. ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ലോകത്ത് ഒരുമാതിരിപ്പെട്ട നല്ല ഭക്ഷണങ്ങളൊക്കെ ഒരു തവണയെങ്കിലും രുചിക്കാൻ പറ്റുന്നുണ്ട്. അത് നല്ല ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ്. Star Jam presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections-ലെ പേസ്റ്റൽ സ്റ്റോൺ ജ്വല്ലറി സീരീസ് will go well with designer work. ഷുവറായിട്ടും നിങ്ങളാകും പാർട്ടിയിലെ സ്റ്റാർ. ചെസ് കളിക്കാരനാവണമെന്ന് ആഗ്രഹിച്ച് പക്ഷേ ഷെഫായി മാറിയ ദി മോസ്റ്റ് ഫേമസ് മലയാളി ഷെഫ് പിള്ളയാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. വെൽക്കം ടു കല്യാൺ ജുവലേഴ്സ് പ്രസൻസ് ക്ലബ് FM സ്റ്റാർ ജാം. താങ്ക് യു സോ മച്ച്. കുറെ നാളായിട്ട് നിങ്ങളുടെ സ്റ്റാർ ജാം കണ്ടിട്ട് ഇതിനകത്ത് വരണം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ. ഫസ്റ്റ് ചോദ്യം ഇതാണ്, എന്താണ് കൈപ്പുണ്യം? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിവാദമാകുന്നൊരു കാര്യമാണ്. നമ്മളെല്ലാവരും കൈപ്പുണ്യം ഉണ്ട്, കൈപ്പുണ്യം നല്ല കൈ വെച്ചിട്ടുള്ള സംഭവമൊക്കെ ആണെന്നുള്ള രീതിയിലുള്ളൊരു തോട്ടാണ്. ഓക്കെ. അപ്പോൾ ഒരു 30 വർഷം ഈ ഒരു മേഖലയിൽ നമ്മൾ ഒരു ഇൻഡസ്ട്രി എന്താണ്, അതിൻ്റെ ഡൊമൈൻ എന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് സയൻസ് ലോജിക്കലി വന്നു കഴിഞ്ഞാൽ ഒരു സയന്റിഫിക്കലി നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നാണ് ഞാൻ പറയുക. കാരണം അത് എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കേരള ഭക്ഷണത്തെക്കുറിച്ച് യാതൊരു അറിവോ ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ലാത്ത ഈ ജാതിക്കയോ അല്ലെങ്കിൽ ക്ലവോ എന്നൊക്കെ പറഞ്ഞ് കേട്ടുകേൾവി മാത്രമുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിപ്പിച്ച് ട്രെയിൻ ചെയ്തിട്ട് നല്ല ബെസ്റ്റ് സാമ്പാറും നല്ല മീൻകറിയൊക്കെ ഈസ്റ്റേൺ യൂറോപ്പിലുള്ള ആൾക്കാർ, അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ എൻ്റെ കിച്ചണിൽ വർക്ക് ചെയ്തപ്പോൾ അവരെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ കാണിച്ച് ടേസ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് ബെസ്റ്റ് സാമ്പാർ ഉണ്ടാക്കി. അപ്പോൾ അത് എന്ത് കൈപ്പുണ്യമാണ്? പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ അത് അവരെ നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ബെസ്റ്റ് കൈപ്പുണ്യമായിട്ട് വരും. അത് നമ്മൾ ഒരു ആളുകളുടെ ഒരു ഷോർട്ട് കട്ടായിട്ട് പണ്ട് എൻ്റെ മുത്തശ്ശി അടിപൊളിയായിട്ട് നല്ല കൈപ്പുണ്യമാണ്, അവരുടെ ഉപ്പേരി അടിപൊളിയാണ്, അല്ലെ പായസം വെച്ചത്. കാരണം അവർ ഷോർട്ട് കട്ട് ചെയ്യാണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ആ റെസിപ്പിയും മെത്തേഡും പ്രാക്ടീസ് ചെയ്തിട്ട് ബെറ്റർ ആക്കിയതാണ്. നമ്മൾ കൈപ്പുണ്യം ഇല്ല എന്ന് പറയുന്നത് നമുക്കത് ഷോർട്ട് കട്ട് ചെയ്തിട്ട് എനിക്ക് അത്രയും മെനക്കെടാൻ വയ്യ അല്ലെങ്കിൽ അത്രയും രീതിയില്ലാതുമ്പോൾ അവരുടെ ആ പെർഫെക്ഷൻ വരില്ല. സോ ഏതൊരാളും ഒരു കുക്കിംഗ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായത് ഒരിക്കൽ പോലും അടുക്കളയിൽ കയറാത്ത ആൾക്കാർ, പാചകം എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാത്ത ആൾക്കാർ, എങ്ങനെയോ ഏതോ രീതിയിലൊരു ഇൻട്രസ്റ്റ് വന്നിട്ട് പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കൈപ്പുണ്യം എന്താ? ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്നതല്ലല്ലോ കൈപ്പുണ്യം. പിന്നെ ഒരു എക്സ്പീരിയൻസ്, പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് കൈപ്പുണ്യത്തിന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചില ഷെഫുമാരൊക്കെ ഒരിക്കൽ പോലും ഇപ്പോൾ 1000 പേരുടെയൊക്കെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു അളന്നിട്ടാൽ പിന്നെ ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് അത് ആ പെർഫെക്ഷൻ വരുന്നത് എന്താണ്? അത് പ്രാക്ടീസാണ്. അത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈപ്പുണ്യം എന്ന് പറയാം, വിളിക്കാം. അപ്പോൾ ഇത് വഴക്കം, തഴക്കം, ആഗ്രഹം എല്ലാം കൊണ്ട് വരുന്നൊരു സാധനമാണ്. തീർച്ചയായിട്ടും അത് ആ ഒരു താല്പര്യം കൂടെ അതിനകത്ത് കയറുമ്പോൾ ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഞാൻ കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെടണമെന്നൊരു ആഗ്രഹത്തോടു കൂടി ഉണ്ടാക്കുമ്പോൾ അവിടെ കൈപ്പുണ്യം എന്ന് പറയുന്ന സാധനം കയറി വരും. ഷെഫുകളുടെ കൈപ്പുണ്യം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക? ഞാൻ പറഞ്ഞ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണ് ഈ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത്. അത് ചെറുപ്പം മുതലേയും ഇപ്പോഴും. ഇപ്പോൾ ഒരു ഷെഫ് എന്നൊക്കെ നിലയിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഒരുപാട് ടീം ഉണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഇപ്പോഴും ഒരു അവസരം കിട്ടിയാൽ എനിക്കത് കുക്ക് ചെയ്യുന്നതാണ്
എന്നെ മോസ്റ്റ് ഹാപ്പി ആക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ അടുത്ത് സ്വന്തമായിട്ട് ഞാൻ കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അല്ല അങ്ങനെ, അതായത് നമ്മൾ അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ എവിടെ പോയാലും ഫുഡുണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു 4 വീക്സ് ഞാൻ തന്നെ കുക്ക് ചെയ്ത്, എനിക്കിപ്പോൾ ഞാൻ കുറച്ച് ഫുഡിൻ്റെ കുറച്ച് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്ത കാരണം ഇപ്പം ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഞാൻ കുക്ക് ചെയ്ത് കഴിച്ചിട്ടാണ് വരുന്നത്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത് പടവലങ്ങയും കുമ്പളങ്ങയും കൂടെ. അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുമോ? വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നിങ്ങളൊരു വെയിറ്റ് ലോസോ അല്ലെങ്കിൽ ഫാറ്റ് ലോസോ കുറച്ച് പരിപാടിയിലാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, അത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയ കേരളത്തിൻ്റെതായ ഭക്ഷണമില്ല. നമ്മൾ ഈ അപ്പം, പുട്ട്, ദോശ, ഇഡ്ഡലി, അതിൻ്റെ കൂടെ കടലക്കറി, മുട്ടക്കറി, പൊറോട്ട, ബീഫ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വെറൈറ്റി വളരെ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ കഴിക്കാൻ പറയുന്നത് എത്ര വലിയൊരു പാടാണ്, ടഫാണ്. പക്ഷെ അത് എൻജോയ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളെ ബോഡി അതിൻ്റെ ഡാറ്റയൊക്കെ കാണിച്ചു തന്നാൽ നിങ്ങൾ കൂടുതൽ ലോകത്തുള്ള എവിടെ കുമ്പളങ്ങ ഉണ്ടെങ്കിലും തേടി പിടിച്ചുകൊണ്ട് വരും. കുമ്പളങ്ങയും പടവലങ്ങയും അത് ഒരു രണ്ടും കൂടെ ഹാഫ് നമ്മൾ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, ഒരു മുളക്, ലേശം ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വേണമെങ്കിൽ അത് വെള്ളം മാറ്റി വെച്ചൊരു സൂപ്പ് പോലെ കുടിക്കാം. എന്നിട്ട് ആ ഒരു വെജിറ്റബിളിനെ ഒരു അല്പം നെയ്ക്കകത്ത്, പശുവിൻ നെയ്ക്കകത്ത് ഒന്ന് വരട്ടിയെടുത്ത് മാറ്റി വയ്ക്കുന്നു. 3 പുഴുങ്ങിയ മുട്ട, നല്ലൊരു സാലഡ്. അപ്പോൾ ഇതൊരു പ്രോട്ടീൻ റിച്ച് ഹൈ ഫൈബർ മീലായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് ഈ ആളുകൾക്ക് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. നമ്മുടെ ഈ പ്രോട്ടീൻ അല്ലെ ഫൈബർ എന്നൊക്കെ പറയുമ്പോൾ ലെറ്റ്യൂസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വെജിറ്റബിൾ മറ്റേതല്ലേ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കണം. നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ കേരളത്തിൻ്റെ ലോക്കലി ഉള്ള പല സംഭവങ്ങളും അതിൻ്റേതായ രീതിയിൽ കഴിച്ചാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒരു R&D ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോക്കൽ ഫുഡ് വെച്ചിട്ട് ഏറ്റവും സൂപ്പർ ഹെൽത്തി ആയിട്ട് ഒരാൾക്ക് എങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ അത് നോക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ആദ്യം നമ്മൾ സ്വയം തിരിച്ചറിയണമല്ലോ. വെറുതെ ഉപദേശിക്കാനായിട്ട് ആളുകളടുത്ത് പോയി ഇത് തിന്ന് അത് തിന്നെന്ന് പറയാണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞൊരു 2 വീക്സായിട്ട് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ ഒരു 3 മുട്ടയിൽ നമുക്കൊരു 18 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഈ പടവലങ്ങ, കുമ്പളങ്ങ ഓൾറെഡി ഒരു വാട്ടർ കണ്ടന്റ് ഉള്ള വെജിറ്റബിളാണ്. അപ്പോൾ ആദ്യം അത് ജസ്റ്റ് മഞ്ഞപ്പൊടി ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവിയലിൻ്റെ പച്ചക്കറി എങ്ങനെ കഴിക്കുന്നു, കൂട്ടുകറിയിലെ പച്ചക്കറി എങ്ങനെ കഴിക്കുന്നു, ഇച്ചിരി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആക്കാൻ തേങ്ങയൊക്കെ ഇടാം. പക്ഷേ ആ ഒരു കാലറിയും കൂടെ വെറുതെ കൂട്ടണ്ട. നിങ്ങൾക്കൊരു 300-400 കാലറിയിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ളായിട്ട് ഒരു 4 hours ഓഫ് എനർജി കിട്ടുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ടേസ്റ്റ് ഉണ്ട്. അത് നല്ല മൊരിഞ്ഞ അപ്പവും അതിൻ്റെ കൂടെ മുട്ടക്കറിയും കഴിച്ച് ശീലിച്ചവരെടുത്ത്, അതുപോലെ ദോശയ്ക്കകത്ത് നല്ല തേങ്ങ അരച്ച ചമ്മന്തിയും ഒരു പപ്പടവും അല്ലെങ്കിൽ സാമ്പാറൊക്കെ ഒഴിച്ച് ഒരു ഓംലെറ്റൊക്കെ ആയിട്ട് കഴിച്ചവരെടുത്ത് കുമ്പളങ്ങ വേവിച്ച് തിന്നാൻ പറഞ്ഞ ടേസ്റ്റ് ഉണ്ടോ ചോദിക്കാം. സോ ഇത് എന്ന് പറഞ്ഞത് ഒരു വേറൊരു ഒരു മൈൻഡ് സെറ്റാണ്. നമ്മുടെ ഒരു മൈൻഡിനകത്ത് ചില സമയത്ത് നമ്മളതൊക്കെ ചെയ്താൽ ഒരു എസ്പെഷ്യലി ഒരു ആഫ്റ്റർ 40 years ഒക്കെ മേ ബി ഒരു 10 years യു ഗീവ് സംതിങ് ബാക്ക് ടു ബോഡി എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ആത്മാവിനും ബോഡിക്കും ശരീരത്തിനും കൂടെ ഇഷ്ടപ്പെടുന്നത്, ശരീരം അത് ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ കാണിച്ചു തരും. എന്തൊക്കെ മാറ്റങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്? ഞാനെല്ലാം പറയണോ? അല്ലല്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഞാൻ ലഞ്ചും ഡിന്നറും ഒക്കെ ആ രീതിയിലോട്ട് ഒരു പഠനത്തിന്റെ വിധേയമായിട്ടാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് സ്വയം അത് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് അത് എന്നിട്ട് അല്ലെങ്കിൽ പറയാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഷെഫ് എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എവിടെ പോയാലും ഫുഡാണ്. ഏതൊരു വീട്ടിൽ പോയാലും ഷെഫ് പിള്ള എന്ന് പറഞ്ഞിട്ടൊക്കെ എന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെ പറഞ്ഞു കൊടുക്കണം. അല്ല, എനിക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും. നമ്മൾ പോകുമ്പോൾ ഇതെല്ലാം കഴിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ ആ ഒരു കഴിക്കുന്ന രീതിയിൽ എൻ്റെ ഒരു കഴിഞ്ഞൊരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ലോകത്ത് ഒരുമാതിരിപ്പെട്ട നല്ല ഭക്ഷണങ്ങളൊക്കെ ഒരു തവണയെങ്കിലും രുചിക്കാൻ പറ്റുന്നുണ്ട്. അത് നല്ല ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മളൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ വിചാരിക്കില്ല തള്ളുക എന്നൊക്കെ പറയും. അപ്പം അമ്മാതിരിയുള്ള കാവിയറൊക്കെ ഏറ്റവും മോസ്റ്റ്, അത് ഭയങ്കര സൂപ്പർ റിച്ച് ആൾക്കാരൊക്കെ കഴിക്കുന്നതൊക്കെ നമ്മളല്ലേ കുക്ക് ചെയ്യണ്ട. അപ്പോൾ ടേസ്റ്റ് ഡെഫിനറ്റ്ലി ചെയ്യാമല്ലോ. മീൻമുട്ട അത് തന്നെ എസ്പെഷ്യലി പസഫിക് ഓഷനിലേക്ക് ചില ഫിഷിൻ്റെ ഓർഗാനിക് ഫിഷിൻ്റെ ഒക്കെ കാവിയറൊക്കെ ഓരോ ഗ്രാമിന് സ്വർണത്തിൻ്റെ വിലയെക്കാട്ടിലൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അത്രയും അങ്ങനെയൊക്കെയുള്ള ചില ട്രഫിൾസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ വൈറ്റ് ട്രഫിൾസ്, അത് ഒരു ഈ മണ്ണിനടിയിലുള്ളൊരു മഷ്റൂം വെറൈറ്റിയാണ്. അത് ഒരു സീസണിൽ പോയി ഒരു മൃഗം ഇങ്ങനെ കുഴിച്ചെടുത്തിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ബ്ലാക്ക് ട്രഫിളൊക്കെ ചെറുതെ ചുരണ്ടിയൊക്കെ പാസ്തയിലൊക്കെ ഇടും. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഭീകരമായ സംഭവമാണ്. അപ്പോൾ ഞാൻ അത് ഭയങ്കര രുചികരമെന്നല്ല ഞാൻ പറഞ്ഞു, ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരാളെന്ന നിലയിൽ ഇപ്പോൾ ഇത് ഒരു മാറ്റം എന്ന നിലയിൽ നമ്മുടെ ഒരു നാടൻ ഭക്ഷണം കഴിച്ചു തുടങ്ങിയതാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ട് സ്വയം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച റെസിപ്പിയാണോ? അതെ, കുറെ എണ്ണം ഞാൻ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഈവൻ നല്ലൊരു ലഞ്ച് അങ്ങനെ കഴിക്കാം. വൺ ഓഫ് ദ ബെസ്റ്റ്
ബെസ്റ്റ് എന്ന് എനിക്ക് വേണേൽ പറയാം. നിങ്ങൾക്കൊക്കെ ട്രൈ വേണേ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. സിമ്പിൾ, ഇറ്റ്സ് എ പ്രോട്ടീൻ റിച്ച് അവിയൽ എന്നാണ് പേര്. അപ്പം നമ്മൾ ഒരുപാട് പ്രോട്ടീൻ റിച്ച് റെസിപ്പീസ് കേൾക്കാറുണ്ട്, പക്ഷെ ഷെഫ് പിള്ള മാസ്റ്റർ ചെയ്ത് ഞാൻ കഴിച്ചു. എനിക്ക് അതിന്റെ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് ഫീൽ, എനർജറ്റിക് ആയിട്ടുള്ള. ഞാൻ എൻ്റെ റെസിപ്പി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഒരു വോയിസ് ഓവർ വേണ്ടിയിട്ട് സമയം കിട്ടാഞ്ഞുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ എല്ലാ ദിവസവും അതാ കഴിക്കില്ല മിക്കറും. അപ്പോൾ ഒരു സൂപ്പർ പ്രോട്ടീൻ റിച്ച് ആയിട്ടും നമ്മുടെ മലയാളികളുടെ ഒരു രുചിക്ക് അനുയോജ്യമായ സാധനമാണ് അവിയൽ. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അവിയലിനകത്ത് ആവശ്യത്തിനധികം നമുക്ക് നല്ലൊരു കാലറി നല്ലൊരു ഫൈബർ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട പച്ചക്കറികളെല്ലാം ബേസിക്കലി ഞാൻ എടുത്തേക്കുന്ന അമരയ്ക്ക, ബീൻസ്, കുറച്ച് വാഴയ്ക്ക, അതുപോലെ ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, നമ്മുടെ സാധാരണ പച്ചക്കറികളെല്ലാം, പടവലങ്ങ എല്ലാം നമുക്ക് ഉപയോഗിച്ചിട്ട് ആക്കി അത് ജസ്റ്റ് ഒരു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് ഒരല്പം വേണമെങ്കിൽ മാത്രം ലേശം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മറിനേറ്റ് ചെയ്ത് സ്റ്റീം ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ചെമ്മീനാണ്. ഒരു 100 ഗ്രാം ചെമ്മീൻ, ഒരു 100 ഗ്രാം പനീർ, 3 പുഴുങ്ങിയ മുട്ട. ഇതൊരു സൂപ്പർ പ്രോട്ടീനാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല വർക്കൗട്ട് ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ളവർക്കും ഒരൊറ്റ ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കുറയ്ക്കണമെങ്കിൽ 100 ഗ്രാം എന്നുള്ളത് 80 ഗ്രാമോ അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ചെമ്മീനൊക്കെ മാറ്റിയാൽ മതി. ചെമ്മീൻ്റെ അളവോ അല്ലെ മുട്ട 2 ആക്കാം, 1 ആക്കാം, പനീറിൻ്റെ അളവാക്കാം. അപ്പം ഇത് അവിയൽ ഇങ്ങനെ സ്റ്റീം ആവുന്നു. സെയിം ടൈമിൽ ഒരു പാനിൽ ഈ പ്രോൺ ജസ്റ്റ് ഒരു മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്യുന്നു പാനിലേക്ക്. പനീറും അതുപോലെ വെക്കുന്നു. എന്നിട്ട് മുട്ട ബോയിൽ ചെയ്ത് മാറ്റി. എന്നിട്ട് ഈ അവിയലിൻ്റെ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് സ്റ്റീമായിട്ട് വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ലേശം കോക്കനട്ട്, നമ്മൾ സാധാരണ അവിയലിന് തേങ്ങ ചതച്ച് അതിനകത്ത് വെളുത്തുള്ളി ഇടാം, മഞ്ഞപ്പൊടി ഇടാം, അതുപോലെ പച്ചമുളക് ഇടാം. നിങ്ങളുടെ ഫ്ലേവറിന് ചെറിയ ഉള്ളി ഇടുന്നവരുണ്ട്, പല സ്ഥലത്തും വെളുത്തുള്ളി ഇടുന്നവരുണ്ട്. അപ്പോൾ അതെന്താണോ നിങ്ങളുടെ അവിയലിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ഒരു ചെറിയ അരപ്പ് മതി. ഒരുപാട് കുഴഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇതൊരു സ്നാക്ക് പോലെ ഒരു ഫോക്കിൽ കുത്തി ഒരു ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇത് ആ പച്ചക്കറി വെന്തു, അതിലോട്ട് ഈ അരപ്പ് സെൻറ്ററിൽ ഇട്ടു. അത് കഴിഞ്ഞ് ഈ പ്രോണും ഈ പനീറും ഇട്ടു. അത് കഴിഞ്ഞ് ബോയിൽ ചെയ്ത് മുട്ട ഇട്ടു. വേണമെങ്കിൽ ഒരല്പം അതിനകത്ത് ഞാൻ നോക്കിയത്, ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്തു. തൈര് വേണമെങ്കിൽ, തൈര് വീണ്ടും ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ആക്കണ്ട. തൈരുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെരണ്ടിരിക്കും. ഇനി തൈരിന് പകരം വേണമെങ്കിൽ ഒരു പച്ചമാങ്ങ ഒരു അല്പം പുളിക്ക് വേണ്ടി ഇടാം, അതല്ലെങ്കിൽ ഒരു പച്ച തക്കാളി ഇടാം. സോ ഒരു ചെറിയൊരു ടാങ്കിനെസോടെ രുചിക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ യോഗട്ടാണ് എൻ്റെ ബെസ്റ്റ്. പക്ഷേ യോഗട്ട് നമ്മൾ ഓൾറെഡി ഇത്രയും പ്രോട്ടീൻ ഉണ്ടായതുകൊണ്ട് ഒരു പ്രോബയോട്ടിക് കാര്യങ്ങളൂടെ വരുന്നു. പിന്നെ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട, സിമ്പിളായിട്ട് ചെയ്തു. ഇതൊരു ഫുൾ പ്ലേറ്റിലേക്ക് വെച്ച് ഒരു ഫോക്കുമായിട്ട് ഇരുന്നിട്ട് നിങ്ങളൊരു ലഞ്ചോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ഡിന്നർ ഒരു പ്രീ വർക്കൗട്ടാണോ അല്ലെ പോസ്റ്റ് വർക്കൗട്ടാണോ ഒരു 6:30, 7 o'clock കഴിച്ചിട്ട് ഒരു നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10 or 11 കഴിച്ചാൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായ വ്യത്യാസം മനസ്സിലാവും, മാറ്റം വരും 100%. സോ യു ഗോട്ട് എ ഗുഡ് ഫൈബറായി. അപ്പോൾ ആ ഡൈജഷൻ്റെ കാര്യങ്ങളും ബാക്കി നമ്മുടെ ഗട്ടിലുള്ള കുറേ മൈക്രോവേവ്സിനൊക്കെ നല്ലൊരു ഫീസ്റ്റ് കൊടുത്തു. ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടി. നമ്മൾക്ക് ഒരു മലയാളിയുടെ ഒരു പാലറ്റ് എന്ന് വെച്ചാൽ കാർബ് കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി അതിൻ്റെ ഒരു നിക്ഷേപം ഉണ്ടാവും. ഞാൻ പറയട്ടെ, കാർബ് ആവശ്യത്തിനുള്ള ഇത് വാഴയ്ക്കുന്നൊക്കെ കുറച്ച് കിട്ടും, വേണ്ട അത്രേ വേണ്ടു. പിന്നെ നിങ്ങളുടെ സൗത്ത് ആഫ്രിക്കയിലെ സ്വർണ്ണ നിക്ഷേപം എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമുള്ള കാർബ് ഉണ്ട്. ജനിച്ച അന്ന് മുതലുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് നാളത്തേക്ക് ഒരു വീക്കിലി ഒരു കുറച്ച് ആവശ്യമുള്ള കാർബൊക്കെ കൊടുത്താൽ മതി. ചോറില്ലാത്ത ഒരു ലഞ്ചാണ്. ചോറില്ല, ചപ്പാത്തിയിലൊന്നും വേണ്ട. നിങ്ങളിത് ഇതിൻ്റെ ബേസിക്കലി നമ്മളൊരു 2 തവണ ഒരു മൈൻഡ് സെറ്റിൽ കഴിച്ചാൽ ഈ പ്രോട്ടീൻ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രോട്ടീൻ കഴിക്കാൻ പറ്റില്ല, ഫില്ലാവും. നമുക്ക് കാർബാണ് കൂടുതൽ കഴിക്കാൻ പറ്റുക. ചോറിനകത്ത് സാമ്പാറും മീൻകറിയൊക്കെ വെച്ചാൽ 1.5 പ്ലേറ്റ് ഒരു പറ ചോറ് മനുഷ്യന് ഉണ്ണാൻ പറ്റും. മലയാളികളുടെ ആ ഒരു ആപ്പിറ്റേറ്റ് നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ആമാശയവും വൻകുടലൊക്കെ മലയാളികളുടെ അല്ലെ ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനിലുള്ള ആൾക്കാർ ഈ ചോറ് കഴിക്കുന്നവരുടെ ഈ പരിണാമത്തിൽ കൂടെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. അപ്പോൾ അതിന് മാറ്റാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു 8 കോഴിമുട്ടയൊന്നും ഒരുമിച്ച് കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് കംപ്ലീറ്റ്ലി ഗ്രില്ല് ചെയ്തിട്ട് രണ്ടാമത്തെ ബ്രസ്റ്റ് കഴിക്കാൻ പ്രയാസമാണ്. ഓൾറെഡി ബോഡി ഫില്ലാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സിഗ്നൽ തരും. അത് നമുക്ക് താല്പര്യമില്ല. നമുക്കങ്ങ് കഴിച്ചുകൊണ്ടിരിക്കണം രുചികരമായ ഭക്ഷണം. ചോറൊക്കെ കഴിച്ച് അല്ലെ അപ്പമാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നല്ല, നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫിഷ് മോളിയും മുരിഞ്ഞ അപ്പം ഇങ്ങനെ 1 by 1 ആയിട്ട് ചുട്ട് തന്നാൽ 8, 9, 10 എണ്ണം നമ്മൾ മറന്നുപോകും. സത്യം. അപ്പോൾ അത് കാബ് നമ്മുടെ ശരീരത്തിന് താല്പര്യം ഇങ്ങനെ വരികയാണ്, ബ്രെയിൻ ഇഷ്ടമാണ് ഇങ്ങനെ കൂടുതൽ. പക്ഷെ പ്രോട്ടീൻ നിങ്ങൾ കഴിച്ചു തുടങ്ങിയാൽ അപ്പോൾ പറയൂ ഫുള്ളായി മതി, സാറ്റിസ്ഫാക്ഷൻ ആയി. ഒരു 2 മുട്ട 3 മുട്ട ഈ പറഞ്ഞ ഈ പനീറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു ഹോൾ 4-5 hours നിങ്ങൾക്ക് ഒരിക്കലും വിശപ്പില്ല. മറ്റേ ഈ നമ്മൾ കഴിക്കുന്ന അപ്പവും ദോശയും ചോറൊക്കെ പെട്ടെന്ന് പോയൊരു ദഹനം ഉണ്ടാക്കി, പെട്ടെന്ന് ഷുഗറൊക്കെ സ്പൈക്ക് ചെയ്ത് ഇൻസുലിനൊക്കെ കൂട്ടി
വീണ്ടും ഒരു വിശപ്പുണ്ടാക്കി വീണ്ടും നമ്മൾ വാരി വലിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടുള്ള പഠനത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ച് മനസ്സിലായ കുറേ കാര്യങ്ങളാണ്. ഷെഫ് പിള്ളയാണ് സംസാരിക്കുന്നതെന്ന് എല്ലാവരും വിചാരിക്കും. മലയാളിക്ക് നിർവ്വാണ ഫിഷ് കറിയും പിന്നെ പൊതിച്ചോറും ഒക്കെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഫുള്ള് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും ഹെൽത്തി ലഞ്ചുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റത്തിന് കാരണം എന്താണ്? അല്ല, മാറ്റത്തിന് കാരണം ഈ നിർവ്വാണയൊക്കെ കഴിക്കാൻ ആളുകൾ ഇവിടെ വേണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. അല്ല ആളുകൾക്ക് ഇത് ഹെൽത്ത്, നമ്മുടെ ഒരു കറക്റ്റ് ഹെൽത്ത് ആണെങ്കിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് എങ്ങനെയും ജീവിക്കാം. ഇതൊന്നും ഇല്ലാണ്ടും നമുക്ക് വേണമെങ്കിൽ ഒത്തിരി എക്സാമ്പിൾ പറയാം. പൂർവികരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കഴിച്ചു, അല്ല 80 വയസ്സ് വരെ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ ഇതേപോലെ ഒന്നും നോക്കാണ്ടൊക്കെ നമ്മുടെ പറയാം. പക്ഷെ ഒരുപക്ഷെ ഇപ്പോൾ അത് നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ 80 വയസ്സ് വരെ ഒരു ഡിസിപ്ലിനും ഇല്ലാതെ വാരിച്ച് കഴിച്ചിട്ട് 80 or 90 വയസ്സ് വരെ ജീവിച്ചിരുന്നവരുണ്ടെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ അവർ 120 വർഷം വരെ ജീവിച്ചിരിക്കേണ്ടവരായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇപ്പോൾ ഒരാൾ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ ഇതിനെയൊക്കെ നോക്കണം. എല്ലാം കഴിക്കാൻ പറ്റും. നിങ്ങളുടെ ലോകത്ത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കാര്യം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സ്ട്രെസ്സ്. പക്ഷേ നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണ്, ഡോക്ടർ വന്നൊരു സുപ്രഭാതം ഇനി കഴിക്കാനേ പാടില്ല, അല്ല ഇപ്പോൾ ഒരു ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ ഇടയ്ക്ക് കഴിച്ചോ അല്ലെ കുഴപ്പമില്ല, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് നെവർ ഇനി തുടരുതെന്ന് പറയുന്നത് അവിടെ നമ്മുടെ ഹാപ്പിനെസ് അങ്ങ് കഴിയുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ ഈ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു, റീസെന്റ് കണ്ടുപിടിച്ച ഒരു ഡിഷ് ഉണ്ടെങ്കിൽ അതെന്താണ്? അപ്പോൾ ഇത് രണ്ടുമാണത്. സംഭവങ്ങളുണ്ട്. ഹെൽത്ത് ഇതെനിക്കൊരു എല്ലാവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും ഒരു ഹെൽത്തിനെ കുറിച്ച് ഒരു അവെയറായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ AI ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു സൈഡിൽ അതിൻ്റെ ദൂഷ്യങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ഒരു കോമൺ മാൻ, ഒരു മനുഷ്യൻ്റെ കംഫർട്ടും അതിൻ്റെ ജീവിതം എത്രയോ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി, ഇല്ലേ? അപ്പോൾ ആ ടെക്നോളജിയൊക്കെ എളുപ്പമാക്കുമ്പോൾ ലൈഫും അതിൻ്റെ ലൈഫ് സ്പാനും ഒക്കെ നമ്മുടെ പണ്ടത്തേക്കാൾ അധികം വർദ്ധിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 80 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട ആളൊന്ന് ആലോചിക്കൂ. 120 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിച്ച് ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു നല്ലൊരു മൈൻഡും വേണം. ഒരു നല്ലൊരു ആരോഗ്യമുള്ളൊരു ശരീരം മാത്രം പോരാ. 30 വർഷത്തെ എൻ്റെ ഒരു പ്രൊഫഷണൽ ജീവിതത്തിൽ നിന്ന് എനിക്ക് തരേണ്ട ഒരൊറ്റ സിമ്പിൾ അഡ്വൈസ് ഫോർ എന്നെ എല്ലാവരോടും പറയേണ്ടത്, യു ഇൻവെസ്റ്റ് ഫുഡ്. നല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണം ചിലവാക്കൂ എന്ന്. അത് നമ്മളെല്ലാവരും നല്ല വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ സം പീപ്പിൾ ആർ വെരി ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് പെർഫ്യൂം വാങ്ങിക്കും, നല്ല വാച്ചസിനോട് താല്പര്യമുള്ളുണ്ട്, നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ വാഹനങ്ങളെല്ലാം നല്ലുണ്ട്. പക്ഷെ അവർ പോലും ചില സമയങ്ങളിൽ ഒരു കുറച്ച് നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കുറേ സൂക്ഷ്മാണു ജീവിയൊക്കെ കറക്റ്റായിട്ട് വേണ്ട കുറേ കാര്യം, അത് ഒരുപക്ഷെ അത് എക്സ്പെൻസീവ് ആയിരിക്കാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏൺ ചെയ്ത് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ഇച്ചിരിയുടെ ഓരോ തവണയും ആ ബാറ് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി അത് 2 മീലാണോ? ഇപ്പോൾ ഒമാഡ് എന്നൊക്കെ പറഞ്ഞൊരു സിസ്റ്റം ഞാൻ കേട്ടിട്ടുണ്ട്. 1 മീൽ എ ഡേ. അവരൊക്കെ ഞാൻ ഇതുവരെ അതിനുള്ള ആയിട്ടില്ല, അതിനൊന്നും അത്രയ്ക്കൊന്നുമല്ല. അതൊക്കെ കൺസെപ്റ്റൊക്കെ ഭയങ്കര, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി R&D ചെയ്തു. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോഞ്ചിവിറ്റി അതാണ് ഇപ്പോഴത്തെ ഒരു സൂപ്പർ ട്രെൻഡായിട്ട് വേൾഡ് മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ജപ്പാനാണ് അത് കൊണ്ടുവരുന്നത്. ലോഞ്ചിവിറ്റി എന്താ? ലോഞ്ചിവിറ്റി മീൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ട്. ഒറ്റ മീലല്ല, അത് നമ്മുടെ ഒരു ജീവിതം മുഴുവൻ നിങ്ങളൊരു 100 വർഷം വരെ ജീവിച്ചിരിക്കേണ്ട നാച്ചുറലി നമ്മുടെ ജെനിസ് അല്ലെങ്കിൽ ആ ജീനൊക്കെ വെച്ചിട്ട് മേ ബി റാഫിക്ക് ഒരു 150 ഇയേഴ്സാണ് ജനിച്ചപ്പോൾ തന്നിരുന്നതെങ്കിൽ നമ്മളുടെ പല ആക്ടിവിറ്റികളും കൊണ്ട് അത് 120, 90, 80 ഒക്കെ ആക്കി മാറ്റുകയാണ്. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വേൾഡ് വൈഡ് ഒരു സൂപ്പർ ഫുഡ്, അതിനകത്ത് കറക്റ്റ് ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് എങ്ങനെ, ഫാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ജപ്പാൻ നിങ്ങൾ നോക്കിയാൽ പറയാം. അവിടെ എന്തുമാത്രം ഓൾഡ് ഏജ് പീപ്പിൾ ഉണ്ടെന്നൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രസം വെച്ചാൽ മഞ്ജു വാര്യരൊക്കെ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അവർ ഇന്നാളി മഞ്ജു അവർ ജപ്പാനിൽ പോയി ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് എൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നെ. അയ്യോ, നമ്മുടെ നാട്ടിൽ അതനുസരിച്ചിട്ട് അവിടെ അതേപോലെ മീനും മത്തിയും ചോറും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനെല്ലാം ഒരു സ്റ്റൈൽ ഓഫ് അത് വരണം, അതൊക്കെ വരും. കാത്തിരിക്കും, നിങ്ങളൊക്കെ കഴിക്കേണ്ടി വരും മോനെ. ഇപ്പൊ നമ്മൾ അതിന് പകരം ഇതാണല്ലോ ഓരോ വൈറ്റമിൻ ടാബ്ലറ്റ്സ്, ഓരോ അതിനൊരു പേരുണ്ടല്ലോ. അതെ, സപ്ലിമെന്റ്സ്. ഫുഡ് തന്നെ സപ്ലിമെന്റ് ആയി മാറാൻ പറ്റുമോ? മാറും. അതിപ്പം ഇനി ഒരു ടെക്നോളജി ഞാനിപ്പോൾ കേട്ടാണ് പറഞ്ഞാൽ നിങ്ങൾ വെച്ചില്ല, ഇനി ഒരു വലിയ നിങ്ങൾ കുറേ ബില്യണയറായി അല്ലെങ്കിൽ കുറേ പൈസയൊക്കെ ആയി, നിങ്ങൾക്ക് ഇനി ആരോഗ്യം അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തും. പക്ഷെ അത് എന്താണ്,
നിങ്ങൾക്കൊരു സദ്യ കഴിക്കണം, നിങ്ങൾക്ക് നല്ലൊരു കൊടീശ്വര, പക്ഷെ നിങ്ങൾക്ക് ഒറിജിനൽ സദ്യ കഴിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോകുന്ന പരുവത്തിലാണ്. നിങ്ങൾക്കൊരു ടാബ്ലറ്റ് തരും, അതിനകത്ത് രസവും സാമ്പാറും പാലടപ്രഥമൻ്റെ എല്ലാം ഫ്ലേവർ ഉണ്ട്, പക്ഷെ ഒരു ഗുളിക കഴിച്ചിട്ട് സദ്യ കഴിച്ചു ആ ഒരു ഫീൽ വേണോ? നിങ്ങൾക്ക് കൈവച്ച് കുഴച്ചൊരു വാഴയിലേക്കകത്തിരുന്ന് തൊട്ടടുത്ത ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് പപ്പടവും പരിപ്പും നെയ്യൂടൊക്കെ പൊടിച്ച് ആ സാമ്പാറിലെ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയൊക്കെ ഒന്ന് ഊറി കഴിച്ച് അത് കഴിഞ്ഞിട്ടൊരു പാലടപ്രഥമനും അല്ലെങ്കിൽ അടപ്രഥമനകത്ത് പഴവിട്ട് ഞെണ്ടി കഴിച്ച് മോരുകറിയൊക്കെ കുടിച്ച് രസവും പച്ചമോരൂടെ കഴിച്ച് ആ ഇഞ്ചിക്കറിയൊക്കെ തൊട്ട് ഒരു ഏമ്പക്കമൊക്കെ വിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് ഉറങ്ങി ആ ഒരു സുഖം ഈ ടാബ്ലറ്റിന് കിട്ടണമെന്നില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ വന്നേക്കാന്നല്ല, അതിൻ്റെയൊക്കെ ആറണ്ടി പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് മാറ്റി നിങ്ങൾക്കൊരു ദിവസം, അത് എനിക്ക് അറിയാവുന്ന കുറേ സെലിബ്രിറ്റികളൊക്കെ കഴിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫുഡ് കൺട്രോൾ ചെയ്യാനായിട്ട് അത് ആ കറക്റ്റ് ന്യൂട്രീഷ്യൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. ക്രേവിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഫുഡ് കഴിക്കാണ്ട് തന്നെ അങ്ങനെ പോകുന്നത്. പക്ഷെ അതിനോടൊന്നും അങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് സദ്യയും അതെ എല്ലാം വേണം. ഒരു സദ്യ ഇപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു കേരള സദ്യയുടെ 900 കാലറിയാണ്. ഈ 900 കാലറി ബേൺ ചെയ്യണേ മിനിമം ഒരു 1.5 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോയി നിങ്ങളൊരു ട്രെഡ്മില്ലിന് ഒരു 5 സ്പീഡിൽ ഒരു 30 മിനിറ്റ്സ് ചെയ്താൽ ഒരു 180 അല്ലെങ്കിൽ 200 കാലറിയാണ് മാക്സിമം. പിന്നെ അല്ലെങ്കിൽ ഒരു ഇൻക്ലൈനൊക്കെ കൂട്ടി അനദർ 30 മിനിറ്റ്സ് നടന്നാൽ ഒരു 300 കിട്ടും, ഒരു 1 അവർ. അപ്പോൾ 900 കാലറിയാണ് നല്ലൊരു സദ്യക്ക് നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആ സദ്യ കഴിച്ചിട്ട് പിന്നെ വീണ്ടും ഒരു 4 മണി കഴിഞ്ഞാൽ നിങ്ങളൊരു പഴംപൊരി കഴിച്ച് കയറ്റി അങ്ങനെ പോവില്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും ഒരു ബോധവാനാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സദ്യ കഴിക്കാം, പൊറോട്ടയും ബീഫും കഴിക്കാം, നമുക്ക് നല്ല ബിരിയാണികൾ കഴിക്കാം, ഇത്രയും രുചികരമായ ഭക്ഷണമാണ്. പക്ഷെ ഇതിനൊക്കെ യു ഹാവ് ടു ടേക്ക് പെർമിഷൻ ഫ്രം ദ ബോഡി. അപ്പോൾ ആ ബോഡി വന്നപ്പോഴേ എന്നോട് പറഞ്ഞു എന്താണ് പെർമിഷൻ ഫ്രം ദ ബോഡി, എങ്ങനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പെർമിഷൻ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്ത് സാധനവും കഴിക്കാം. ഇതൊക്കെ ഒരു അത്രയ്ക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഉള്ളിൽ നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വാങ്ങിക്കും വെച്ചാൽ നിങ്ങൾ നടന്ന് ശീലിച്ച് ഇന്ന് നിങ്ങളുടെ ഈ ഒരു 900 കാലറി ഞാൻ എടുക്കാൻ പോവാണ്. നിങ്ങൾക്കൊരു ദിവസം ഒരു റെസ്റ്റിംഗ് അല്ലെങ്കിൽ നിങ്ങളൊരു 1400, ഒരു 80 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു 1600 കാലറി ചുമ്മാ ഇരുന്നാൽ പോലും ബേൺ ആവണം അല്ലേ? നമ്മുടെ ദഹന പ്രക്രിയയും ബ്രെയിന് ചിന്തിക്കാനും വെറുതെ ഉറക്കമുള്ള വെറുതെ ഒരു ബെഡിൽ കിടന്നാലും ഒരു 80 കിലോ ആവറേജ് വെയിറ്റ് ഉള്ള ആൾക്ക് ഒരു 1600 1700 കാലറി സർവൈവ് ചെയ്യാൻ വേണം. മെയിൻ്റനൻസ് കാലറി അത് വേണമല്ലോ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ സാധനത്തിൻ്റെ കൂടെ നമ്മൾ എത്രയാണ് കഴിക്കുന്നത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നൊരു കല്യാണം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നൊരു സദ്യ കഴിക്കണം. അപ്പോൾ അന്നത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് വളരെ ലൈറ്റായിട്ട് ഈ കുമ്പളങ്ങയും പടവങ്ങളൊക്കെ കുറച്ചൊക്കെ കഴിച്ച് വയറിനെയൊക്കെ ഒന്ന് കറക്റ്റാക്കി അത് കഴിഞ്ഞൊരു 20 മിനിറ്റ്സ് നടക്കാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ആ ഒരു ബ്രെയിന് നമ്മൾ ഓൾറെഡി ഒരു ഫീഡിങ് ആദ്യമേ കൊടുത്താൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ് അത് റെഡിയാണ്. അല്ലാതെ നമ്മൾ മത്ത് പിടിച്ച് കഴിച്ചു അത് വേറൊരു രീതിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഇത്രയും കാലറി ഒരു മനുഷ്യന് ഈ 1600 കാലറി മതി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നവർക്കാണ്. അതിൻ്റെ കൂടെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കാണ് ഇതൊക്കെ വേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും ഇതൊന്ന് എല്ലാവരും അറിഞ്ഞിരുന്നാൽ ബെറ്റർ. ഇതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ എപ്പം ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ വരണം? അതൊക്കെ നല്ല പറയാം. ഇത് അങ്ങനെയാണല്ലോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ഒരു പ്രാക്ടീസ് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കലി ഡയറ്റ് ഫുഡ് തന്നെ കഴിക്കുക, ഇഷ്ടമല്ലാത്ത പച്ചക്കറികൾ വാരി വലിച്ച് കഴിക്കുക, അല്ലെ 1 കിലോ ഫൈബർ. അപ്പം നമ്മുടെ ഒരു ബ്രെയിൻ ഹാപ്പിനെസ്, നേരത്തെ പറഞ്ഞാൽ നല്ല ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. വി ക്യാൻ മാനേജ് എവറിത്തിങ്. അപ്പോൾ അത് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റണമെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പെർമിഷൻ ഒരുക്കി എടുക്കണം. സൂപ്പർ, അതൊരു പുതിയ തോട്ടാണ്. പെർമിഷൻ എടുത്തിട്ട് കഴിക്കാം. പെർമിഷൻ എടുത്ത എല്ലാം കഴിക്കാം, എല്ലാം അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, ഷെഫുള്ള ഓൺട്രപ്രണർ ആണോ ഷെഫാണോ എന്ന് വെച്ചാൽ എന്ത് പറയും? ദി ഓൺട്രപ്രണർ ഷെഫാണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ്, ഇത് രണ്ടും തമ്മിലുള്ള വര എങ്ങനെ മിക്സ് ആവാതെ എങ്ങനെ നോക്കും? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഞാൻ ഈ ഒരു 10-30 വർഷം ജോലി ചെയ്തിട്ട് ഒത്തിരി ഷെഫുമാരൊക്കെ എൻ്റർപ്രണർ ആയവരെ എനിക്കറിയാം. അപ്പോൾ കുറേ കൂടുതൽ ലിസ്റ്റും പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഒരു നല്ല ഷെഫ് എപ്പോഴും നല്ല റെസ്റ്റോറൻറ്റ് വരുമ്പോൾ അയാൾ അവിടുത്തെ ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കണം, ഏറ്റവും നല്ല പ്രസൻറ്റേഷൻ വേണം. ആ ഒരു ഒരു ഷെഫിനുള്ളിൽ ഭയങ്കര ഈഗോ ഉണ്ട്. അപ്പോൾ അത് ബ്യൂട്ടിഫുൾ പ്ലേറ്റ്, ഐ യൂസ് ദിസ് മോസ്റ്റ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളും ആ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അതൊരു കൊമേഴ്സ്യലി സക്സസ് ആവണമെന്നില്ല. അപ്പോൾ ഒരുപാട് ഇൻസിഡൻറ്റ് ഒരുപാട് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുക. അപ്പം ഒരു ഷെഫ് ടേൺ എൻ്റർപ്രണർ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഈ ഒരു നമ്മളൊരു ഫുഡ് വരുന്ന കസ്റ്റമർ, വരുന്ന ഗസ്റ്റുകൾ, അതിഥികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതായിരിക്കണമല്ലോ ഒരു പ്രൈമായിട്ടുള്ള എന്ത് കച്ചവടം. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവസാനം ഒന്നും ആവില്ല. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു 3-4 years ആയിട്ടേ ഉള്ളൂ ഒരു എൻ്റർപ്രണർ എന്ന നിലയിലേക്ക് ആദ്യമായിട്ട് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ പല ചലഞ്ചസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അതും ഒരു ലേണിംഗ് ആണ്. പിന്നെ ഈ ഒരു 30 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കുറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു എൻ്റർപ്രണർ നിലയിലുള്ള എല്ലാ കോൺസിക്വൻസും, എല്ലാ ഡിഫിക്കൽട്ടീസും നമ്മൾ ആ ഫേസിൽ കൂടെ പോയേ പറ്റുള്ളൂ. അതൊരിക്കലും ഒരു സ്പൂൺ ഫീഡായിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ബൈ ഔട്ട് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അപ്സും ഡൗൺസും പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾക്കറിയാത്ത ഏതൊക്കെ ഫേമസ് വ്യക്തികൾക്ക്? എനിക്ക് ഗോർഡൻ റാംസേ എൻ്റെ ഒരു ഏറ്റവും വലിയ, ഈസ് എ ഷെഫ്, വൺ ഓഫ് ദ വേൾഡിലെ ഏറ്റവും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, മോസ്റ്റ് ഫോളോവേഴ്സ്, അതുപോലെ ഒരു ഐക്കോൺ ഓഫ് മോഡേൺ ഡേ കുക്കറിയിൽ ഗോർഡൻ റാംസേ ആണ്. ടെൻഷനായോ പുള്ളിക്ക് കൊടുത്തപ്പോൾ? അന്ന് ടെൻഷൻ ആയോന്ന് വെച്ചാൽ ഞാൻ ഈ ലണ്ടനിലാണ് അന്ന് പുള്ളി വന്ന് ഓർഡർ ചെയ്ത ഫുഡൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. മലബാർ ലോബ്സ്റ്റർ കറി, പൈനാപ്പിളിൻ്റെ ഒരു സംഭവമുണ്ട് നമ്മുടെ. അത് കഴിഞ്ഞിട്ട് അപ്പവും സിറിയൻ കാത്തലിക് ചിക്കൻ സ്റ്റൂ എന്നാണ് ആ മെനുവിനകത്ത് വരും. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ ടേബിളിൽ ഓർഡർ ചെയ്തത്. അന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് റെസ്റ്റോറൻറ്റിൽ. അത് ആ ഒരു വീരസ്വാമിയിലാണ്, നേരത്തെ പറഞ്ഞ വീരസ്വാമിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തത്. അത് ഭയങ്കര എൻ്റെ ഏറ്റവും പിന്നെ ചെറിസ്റ്റ് റോജർ ഫെഡറർ, അത് ഭയങ്കര ഒരു സന്തോഷം. പുള്ളിക്ക് ബട്ടർ ചിക്കൻ, അത് നമ്മുടെ കേരള ഫുഡല്ല പുള്ളി ഓർഡർ ചെയ്തത്. അവർ വന്ന് ജിംഖാനയിൽ വെച്ചിട്ടാണ് അവർ പാലക് പനീർ, ബട്ടർ ചിക്കൻ, അത് കഴിഞ്ഞിട്ട് ഒരു വെനിസൺ ഷീക്ക് കബാബ്. വെനിസൺ എന്ന് പറഞ്ഞാൽ ഒരു മാൻ്റെ കണക്ക് ഒരു മൃഗമാണ്. പക്ഷെ അത് അവിടെ UK ലീഗലാണ്. അവിടെ ഗെയിം സീസണൊക്കെ ഉണ്ട്. വെനിസൺ എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു ഡിയർ കാറ്റഗറിയിലുള്ള അതിൻ്റെ ഇറച്ചി കൊത്തി അരിഞ്ഞിട്ട് നല്ല ചുട്ട ജീരകവും കുറച്ച് നോർത്ത് ഇന്ത്യൻ ഒരു അഫ്ഗാൻ റെസിപ്പിയാണ്. അത് ഒരു കമ്പിക്കകത്ത് നമ്മുടെ ഷീക്ക് കബാബ് എന്ന് പറയുന്ന പോലെ അത് വെച്ചിട്ട് നല്ല അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റഫിങ് ഒക്കെ ചെയ്ത് നല്ലൊരു ഫ്ലേവർഫുൾ, നല്ലൊരു ലൈറ്റ്, ഭയങ്കര ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഒരുപാട് വേറെ മസാല ഒന്നുമില്ല. റോസ്റ്റഡ് ക്യുമിൻ, നമ്മുടെ ജീരകം റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറാണ്. അതിങ്ങനെ നമ്മുടെ ജീരക മുട്ടായി കടിക്കുമ്പോൾ ഒരു ജീരകത്തിൻ്റെ രുചിയില്ലേ. അപ്പോൾ ഈ മാനിറച്ചിക്കകത്ത് ഇതും ഒക്കെ ആയിട്ട് ഒരു സ്പൈസ് മിക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഷീക്ക് കബാബ് വിത്ത് ഒരു മീൻ ചട്നി പുള്ളിയുടെ ഫസ്റ്റ് സ്റ്റാർട്ടർ. അത് കഴിഞ്ഞ് കീമ പാവ്. പുള്ളി എനിക്ക് ഇവരുടെയൊക്കെ ആ മെനു 8-10 ഓർമ്മയുണ്ടല്ലേ? പിന്നെ അതൊക്കെ ഓർമ്മയില്ലേ. ഞാൻ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് റോജർ ഫെഡറായിട്ട് ഫോട്ടോ കിട്ടി. അതപ്പോഴത്തേക്ക് പിന്നെ ആ KOT കിച്ചൺ ഓർഡർ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓർഡർ വരും. അപ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ VIP ബുക്കിംഗ് ഒക്കെ ഉള്ളപ്പോൾ ഇന്ന് 8:30 റോജർ ഫെഡറർ 3 packs ഹൈ HW EC എന്നാണ് അതിനകത്ത് എഴുതുക. ഹാൻഡിൽ വിത്ത് എക്സ്ട്രീം കെയർ എന്നാണ് അതിൻ്റെ എല്ലാ ഷോർട്ട്. നമ്മുടെ കുറേ ടൈംസ് ഉണ്ടല്ലോ KOT. അപ്പോൾ ഇപ്പോൾ അലർജിറ്റിക് ആണെങ്കിൽ ഇതൊക്കെ വരും. അതൊക്കെ ഒരു വലിയൊരു മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ എല്ലാ ഒരു ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അവർ എത്ര തവണ 17 ടൈം വന്നവരാണ്, 13 ടൈമാണ്, 3rd വിസിറ്റാണ്. അപ്പോൾ അവരുടെ അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ വലിയൊരു റെസ്റ്റോറൻറ്റ്സിൻ്റെ സിസ്റ്റത്തിൽ ആ ബുക്കിംഗ് ഒക്കെ വരിക. അപ്പോൾ റോജർ ഫെഡറർ ബുക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ അതൊക്കെ നോർമൽ, അവർക്ക് ആർക്കും ഇല്ല. ഞാനാണ് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ഒരു ഭയങ്കര സംഭവം എനിക്ക് വേൾഡിലെ ആൾക്കാരെ ഞാൻ പറഞ്ഞത് ടൈഗർ വുഡ്സ്. പുള്ളി എന്താ ഓർഡർ ചെയ്തത്? പുള്ളിയുടെ ഒരു വലിയ കഥയാണ് അത്. ടൈഗർ വുഡ്സ് പുള്ളിക്ക് കഴിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോവുകയാണ് ലണ്ടനിൽ നിന്ന്. ടൈഗർ വുഡ്സ് അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിൽ ഓക്കെ ഈസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് സ്പോർട്സ് പേഴ്സൺ ഇൻ ദ വേൾഡ് ആയിട്ട് നിൽക്കുന്ന സമയം. സച്ചിൻ ടെണ്ടുൽക്കറിനെക്കാട്ടിലും വലിയ റിച്ചസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള ഒരു ബില്യണിയർ ഗോൾഫ് പ്ലെയർ ആണ്. അപ്പോൾ അയാളുടെ ഒരു അടുത്ത സീസൺ മത്സരം ബഹാമാസ് എന്ന് പറഞ്ഞ രാജ്യത്താണ്. അപ്പോൾ ബഹാമാസിൽ കളിക്കാൻ വരുമ്പോൾ അതിൻ്റെ സ്പോൺസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജാജ് ഗ്രൂപ്പായിരുന്നു ആ ടൂർണമെൻറ്റ്. അപ്പോൾ എന്തോ ഒരു മാഗസീനിൽ എന്തോ ഒരു ഫുഡിൻ്റെ അവരൊരു കാഷ്വലായിട്ട് ഇരിക്കുമ്പോൾ US വെച്ചിട്ട് കൊത്തു പൊറോട്ട എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ കണ്ടിട്ട് വേണമെന്നല്ല, കൊത്തു പൊറോട്ടയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ വാട്ട് ഈസ് കൊത്തു പൊറോട്ട എന്ന് പുള്ളി ചോദിച്ചു. ഓഹോ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ കൊത്തു പൊറോട്ട വേണം എന്നായി. അങ്ങനെ അടുത്ത ടൂർണമെൻറ്റ് ബഹാമാസിലാണ്. അപ്പോൾ ഈ കൊത്തു പൊറോട്ട എവിടെയാണ് ഉണ്ടാക്കുന്നത് ഇതാണെന്നൊക്കെ അവർ സെർച്ച് ചെയ്തപ്പോൾ ഞാനന്ന് വർക്ക് ചെയ്യുന്ന ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റിലാണ്, ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ടോപ്പ് ഇൻ ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ കൊത്തു പൊറോട്ട UK. അപ്പോൾ അവിടത്തേക്ക് ഒരു കോൾ വന്നിട്ട് ഇങ്ങനെ ബഹാമാസിലാണ് അടുത്ത 3 മാസം കഴിയുമ്പോൾ ഒരു ഉണ്ട്, ഞങ്ങൾക്കൊരു 10 ഷെഫുമാർ വേണം, അപ്പോൾ അവരുടെ മെനുവിനകത്ത് കൊത്തു പൊറോട്ട ആഡ് ചെയ്യണം. അങ്ങനെ എന്നെ വിളിച്ചിട്ട് അടിപൊളി. അങ്ങനെ ഞങ്ങളെ 4 പേരെ ബിസിനസ് ക്ലാസ്സിൽ നിന്ന് ലണ്ടനിൽ നിന്ന് ഒരു ദിവസത്തെ പ്രോഗ്രാം ബഹാമാസ്.
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ അവിടെ പോയി അങ്ങനെ താമസിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസത്തെ മൊത്തം ആ ഗ്രൂപ്പിനുള്ള ഫുഡാണ്, ഒരുപാട് ഫുഡുണ്ട്, അതിനകത്താണ് ഇതും. അപ്പോൾ ഞാനും എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ 2 ഷെഫ്മാർ, വേറെ ടീം, എല്ലാവരുമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ മത്സരം അങ്ങനെ തോറ്റുപോയി. അയാൾ ഫുള്ള് സ്ട്രെസ്സായിട്ട് കഴിക്കാൻ വന്നില്ല. ഞങ്ങൾ ഇത്രയും ബാക്കിയല്ല, ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഹീ ഈസ് ദ ചീഫ് ഗസ്റ്റ്. അപ്പോൾ അവർക്ക് പ്രൈവറ്റ് യോട്ടും പ്രൈവറ്റ് സംഭവങ്ങളും എല്ലാം ഉണ്ട്. അവരുടെ ഫുഡൊക്കെ വേറെ ഉണ്ട്. പക്ഷേ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഒരു ഇവന്റ് വെച്ച് ആ ബജാജുകാർ സ്പോൺസർ ഇയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇവന്റ് നടത്തിയതാണ്. കളി തോറ്റ പിന്നെ എന്ത് കൊത്തു പറയട്ടെ. ഞാൻ ദൂരെ നിന്ന് കണ്ടു, നമുക്ക് പറയാൻ പറ്റില്ല, ഞാനും കഷ്ടപ്പെട്ട് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കിയാന്നൊക്കെ. പക്ഷെ അത് കഴിക്കാം, പിന്നെ എനിക്ക് നേരിട്ട് കഴിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നെക്സ്റ്റ് ഡേയിൽ അവരവിടെ ഉണ്ട്, നമ്മുടെ ഫുഡ് അവിടെ പോയി. പക്ഷെ അവർക്ക് പ്രൈവറ്റ് ഷെഫ്സ് ഉണ്ടായിരുന്നു, അവരാ സെർവ് ചെയ്തു. കോഹ്ലിക്കും സച്ചിനും ഒക്കെ എന്താ കൊടുത്തേ? സച്ചിന് കൊടുത്തിട്ടില്ല. ഇല്ല, അല്ല, സച്ചിനെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. കോഹ്ലിക്ക് മൾട്ടിപ്പിൾ ടൈംസ്. ഭയങ്കര ഡയറ്റ് നോക്കുന്ന ആളല്ലേ, ഭയങ്കരം അമേസിങ്. വൺ ഓഫ് ദ, ഇപ്പോൾ കോഹ്ലി, രോഹിത് ശർമ്മ, KL രാഹുൽ, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, ആ ഒരു കാറ്റഗറിയിലുള്ള എല്ലാവർക്കും മൾട്ടിപ്പിൾ ടൈം ഒരു 3 തവണ കേരളത്തിൽ വന്നപ്പോൾ അവരുടെ 3-4 ഡേയ്സ് ധോണി കോളത്ത് ധോണിക്ക് ഒക്കെ അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും ഫിഷാണോ മെയിൻ 100%. ഒരു ബാക്കി 90% പ്ലെയേഴ്സിന് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ധോണിയും കോഹ്ലിയാണ് ഫിഷ് കഴിക്കാത്തത്. ധോണി പിന്നെ വെജിറ്റേറിയൻ ആണ് ഇപ്പം. പക്ഷേ കുറച്ചൊക്കെ അവർ ഇത് മാറുക. ധോണി ഒരു വീഗൻ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ, ഇപ്പം അത് മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആനിമലിൻ്റെ ഒരു പ്രൊഡക്റ്റും കഴിക്കില്ല. പക്ഷേ ധോണി ചിക്കൻ ഫേവറേറ്റ് ആണ്, പക്ഷേ സീ ഫുഡ് താല്പര്യമില്ല. കോഹ്ലി വെജാണ്, ഭയങ്കര വെജാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം വെജ് അല്ല, പുള്ളി വീഗൻ ആണ്. വീഗൻ എന്ന് പറയുമ്പോൾ ഒരു ആനിമൽ, ഇപ്പോൾ ഒരു തേൻ പോലും കഴിക്കില്ല. അപ്പോൾ ആനിമലിൽ നിന്നുള്ള അതിനെ ഹർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ പുള്ളിക്ക് നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഇപ്പം പുള്ളി അത് മാറി എന്ന് പറയുന്നുണ്ട്, വീഗൻ ഡയറ്റിൽ നിന്ന് മാറി. കാരണം അനുഷ്ക വീഗനായിരുന്നു, അങ്ങനെ അവരുടെ ആ ഒരു പ്രണയ സമയത്ത് പുള്ളിയും വീഗനായിട്ട് മാറിയതാണ്. പുള്ളിക്ക് എന്താ സദ്യയാണോ കൊടുത്തത്? സദ്യ, കേരള സദ്യ അടിപൊളിയായിട്ട് 2 തവണയും. കഴിഞ്ഞ തവണ വന്നപ്പോഴും ആദ്യം വന്നപ്പോഴും അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് ആ സാധനം മതി, അതെല്ലാം വഴയിലയിൽ വെച്ച് കൊടുത്ത് അങ്ങനെ ഭയങ്കര ഒരു അടിപൊളി. നമുക്ക് ഷെഫ് പിള്ള എന്ന് പറയുമ്പോൾ കോമൺ മാനിന് ഷെഫ് പിള്ള ഫേമസ് ആയത് ഫിഷ് നിർവാണയിലൂടെയാണ്. അപ്പം ഫിഷ് നിർവാണം എന്ന് എല്ലാവരും പറയാം. ഫിഷ് നിർവാണം ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നോ? യെസ്, ആണ് ടേണിംഗ്. എൻ്റെ കരിയർ ഭയങ്കര ഒരു ഒത്തിരി ഇതേപോലെ ടേണിംഗ് പോയിന്റ്സുമായിട്ട് ഇങ്ങനെ വന്നതാണ്. അത് നിർവ്വാണ ഒരു ഭയങ്കര ഒരു അതൊരു വേറെ തരം ടേണിംഗ് പോയിന്റ്, ലൈഫിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി. ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ആയി കിട്ടിയെങ്കിൽ ആ ഒരു ഡിഷ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുകയും അത് പോപ്പുലറാക്കുകയും ലോകത്തിന് മുന്നിൽ അതങ്ങ് തുറന്നു കൊടുക്കുകയും ചെയ്തതിൻ്റെ സാധാരണ ഒരാളുടെ സിഗ്നേച്ചർ റെസിപ്പിയൊക്കെ അവർ കീപ്പ് ചെയ്യും. നമ്മളങ്ങനെയൊന്നും കരുതിയത് പറഞ്ഞു അത് എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ അത് തുടങ്ങി, അത് ഇപ്പം പല റെസ്റ്റോറൻറ്റ്സുകൾ അത് കോപ്പി ചെയ്യുന്നുണ്ട്, പല ആൾക്കാരത് ആ പേരിലിടുന്നുണ്ട്, ചിലർ വേറെ പേരിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിഷ് നമ്മുടെ കൈവിട്ടങ്ങ് പോയി. സ്വയം ഉണ്ടാക്കിയതല്ല, ആ ഒരു ഡിഷ് ആക്ച്വലി ഇവിടെ നമ്മുടെ കോട്ടയത്ത് പാലയിലൊക്കെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ഒറിജിൻ. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കരിമീൻ പൊള്ളിച്ചതെന്ന് പറഞ്ഞൊരു സാധനമാണ്. കരിമീനിലായിരുന്നു ഉണ്ടാക്കി. നിർവ്വാണ എന്നൊക്കെയുള്ള പേരും അതിൻ്റെ ഒരു ഇന്നോവേഷനും അതിനകത്ത് കുറേ പരിപാടി നമ്മൾ ചെയ്തു എന്ന് മാത്രമാണ്. അപ്പോൾ ഒറിജിനൽ വേർഷൻ കോട്ടയത്തൊക്കെ വാഴയിലേക്ക് അത് മീൻ എടുക്കുന്നു, തേങ്ങാപ്പാൽ ഒഴിക്കുന്നു, ഉപ്പും കുരുമുളകും ഇടുന്നു, തിരിച്ചും മറിച്ചു വിട്ട് പൊള്ളിച്ചെടുക്കും, എന്നിട്ട് ആ പാല് വറ്റും. അതിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഒരു ഈ മീൻ തിരിച്ചും മറിച്ചു വിടും, വാഴയില പൊട്ടും, അതൊരു വേറെ ഒരു കറക്റ്റായിട്ടല്ലത് ഇതിൻ്റെ മെത്തേഡുകൾ, പക്ഷേ രുചിയുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഈ ഒരു ഡിഷിനെ നമ്മളൊരു ഷെഫ് എന്നുള്ള നിലയിൽ പല രാജ്യത്തും പല സ്ഥലങ്ങളും പോകുമ്പോൾ ഇതിനെ എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് കണ്ടതാണ് അത് നിർവ്വാണയിലേക്ക് എത്തിയത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് മാറ്റി. അപ്പോൾ ഈ ഫിഷ്, ഈ വാഴയില എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ഒരു സാധനമാണ്. അതിനകത്ത് ഈ മീൻ തിരിച്ചിടുമ്പോൾ ഒന്നും മീനിൻ്റെ തൊലി പോകും, അല്ലെങ്കിൽ ഇല പൊട്ടും, ഈ പാല് വെളിയിൽ പോകുന്നൊക്കെ കണ്ടിട്ട് അപ്പോൾ ഈ തിരിച്ചെങ്ങനെ ഇടാതിരിക്കുക എന്നുള്ളത് നോക്കി. അപ്പോൾ ഫസ്റ്റ് തന്നെ മറിനേറ്റ് ചെയ്തൊന്ന് ഗ്രില്ല് ചെയ്ത് ഒരു സൈഡ്. സോ അപ്പോൾ ആ ഒരു 1 സൈഡ് ഗ്രില്ല് ചെയ്തിട്ട് ഇല വന്നിട്ട് പിന്നെ ഫിഷിനെ ടേൺ ചെയ്യേണ്ട കാര്യമില്ല. പിന്നീട് അതിനകത്ത് പച്ചമാങ്ങയും തേങ്ങാക്കൊത്തും അല്ല ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ കൊണ്ടൊരു മാജിക് ഉണ്ടാവുന്നു എന്നൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഇമ്പ്രൂവൈസ് ചെയ്തിട്ടാണ് അത് നിർവ്വാണയിലേക്ക് എത്തിയത്. അത് ഭയങ്കര അതിൻ്റെ ഒറിജിനൽ സാധനം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതിനെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കി, അല്ല അതിനെ കുറച്ച് ബെറ്റർ ആക്കി, അത് പോപ്പുലറാക്കി ആളുകളിലെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പോപ്പുലർ ആവാനുള്ള കാര്യം അത് സിമ്പിളായിട്ട് ഏതൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഒരിക്കൽ പോലും കുക്ക് ചെയ്യാത്ത ഒരാൾക്ക്. പക്ഷേ ഈ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പം ഇവർക്ക് ഭയങ്കര ക്രിയേറ്റിവിറ്റി ഫീൽ ചെയ്യും. സാധാരണ ഒരു മീൻകറി ഉണ്ടാക്കിയ ഒരു ചട്ടിക്കകത്ത് കുറേ ഉണ്ടായി, ഇതല്ല, ഇത് വാഴയില വെക്കുന്നു, പാലൊഴിക്കുന്നു, അത് ആദ്യം ഇരിക്കുന്നു, അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു കളറ് ആ ഇലയെന്നൊക്കെ മാറ്റുമ്പോൾ ദി ക്രിയേറ്റഡ് സംതിങ് അമേസിങ് സാധനം ചെയ്തു എന്നുള്ളൊരു പ്രൗഡുണ്ടാണ് അവർക്ക്. അതുകൊണ്ടും കൂടെയൊക്കെയാണ് അത് ഇത്രയും പോപ്പുലർ ആയത്. ആ പ്രൗഡ്നെസ്സിലാണ് കയറിപ്പോയത്. അതെ, ടേണിംഗ്
പോയിന്റ് റെസ്റ്റോറന്റ് വെച്ചാൽ ഇത് പറയാം, കാരണം ഒരുപാട് കോൺസെപ്റ്റ് റെസ്റ്റോറന്റ് ഉണ്ട്. അതെ, ഇപ്പൊ സഞ്ചാരി ഉണ്ട്, ആർഡൻകോ ഉണ്ട്, അതെ, മീനുണ്ട്, റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ളയുണ്ട്, തേങ്ങാ മാങ്ങയുണ്ട്, കേക്കിംഗ് ഉണ്ട്, നോർത്ത് റെസോയി ഉണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റ് റെസ്റ്റോറൻറ്റ്സ് എത്ര ഉണ്ട്? ഒരു 15 ഡിഫറെൻറ്റ് ബ്രാൻഡാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് ചെയ്തത്. അപ്പോൾ യുണൈറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, അതൊരു കേരള ഫ്യൂഷൻ റെസ്റ്റോറൻ്റ് ആണ്. കുറച്ചുകൂടെ ഇത് സഞ്ചാരി എന്ന് പറഞ്ഞൊരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആഡൻകോ ഒരു ആഡിനെ വെച്ചിട്ടാണ് ചെയ്തത്. മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീ ഫുഡ് പ്ലസ് ഒരു ടോഡി ഷോപ്പ് കൺസെപ്റ്റിലാണ് ചെയ്തത്. റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ ഒരു കേരള പ്രീമിയം റെസ്റ്റോറൻറ്റ്, അത് ലോകത്ത് എവിടെയും കൊണ്ടുപോയി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കാര്യമാണ്. തേങ്ങാമ്മ നോർത്ത് ഇന്ത്യൻ അല്ല റസോയി, നോർത്ത് റെസോയി നോർത്ത് ഇന്ത്യൻ ഫുഡ്. തേങ്ങാ മാങ്ങ എന്ന് പറഞ്ഞൊരു ക്ലൗഡ് കിച്ചൺ കൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ മൾട്ടി ക്യൂസിനായിട്ട് ആൾക്ക് ഒരു അത് ഡൈനിങ്ങും പ്ലസ് ഒരു ക്ലൗഡുമായിട്ട് ആ രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയൊരു സാധനം. കേക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പേസ്ട്രി ബേക്കറി, നമ്മുടെ മുട്ട പപ്സ് മുതൽ ഒരു ഫ്രഞ്ച് ഡെസേർട്ട് വരെ കിട്ടുന്നൊരു കൺസെപ്റ്റിലാണ് അത് ചെയ്തത്. പിന്നെ യാച്ച എന്ന് പറഞ്ഞ് ബിൽഡ് ചെയ്ത ചായയും നമ്മുടെ നാടൻ പലഹാരങ്ങൾ, ചായനെ തിരിച്ചിട്ടാണ് യാച്ച. അങ്ങനെ 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 ഷെഫ് പിള്ള ഇത്ര റെസ്റ്റോറൻറ്റ് ചെയ്തു. ഒരു റെസ്റ്റോറൻറ്റ് ആവറേജ് ചെയ്യണേ 3 കോടി രൂപയാണ്. ഒരു 30 റെസ്റ്റോറൻറ്റോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 100 കോടി രൂപയാണ് ഇതിൻ്റെ ഒരു വർത്ത് അല്ലേ. അപ്പോൾ ആളുടെ വിചാരം എന്താ, ഈ ഷെഫിന് എങ്ങനെ 100 കോടി കിട്ടി? ഇവർ എന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ വരും, ഇത് ഇന്ന ആളുടെ ബിനാമിയാണ്, ഇന്ന ആളുടെ കള്ളപ്പണമാണെന്നൊക്കെ പറഞ്ഞ് വരും. റിപ്ലൈ കൊടുക്കുമോ? റിപ്ലൈ ഒക്കെ ഞാൻ പറയാം, അതെ ഇയാളുടെയും കൂടെ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം ഇപ്പം കൊടുക്കില്ല. ഇപ്പോൾ ജസ്റ്റ് അവരുടെ ഒരു കോമൺ മാൻ ചിന്തിക്കുമ്പോൾ, ഇയാളൊരു ഷെഫായിട്ട്, ഒരു ഷെഫിന് കൂടിപ്പോൾ എന്ത് വരുമാനം, അല്ല ലണ്ടനിൽ ജോലി ചെയ്ത് ഒരു മിനിമം എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഒരാൾ സമ്പാദിക്കേണ്ട ഒരാളുടെ ഒരു ജീവിതം ഇല്ലേ, അല്ലാതെ ഒരു ടെക് കമ്പനിയുടെ CEO ഒന്നും അല്ലല്ലോ നമ്മൾ ഇത്രയും പൈസയൊക്കെ ഉണ്ടെന്ന് പറയാം. ഒരു ഷെഫായിട്ട് ജോലി ചെയ്താൽ ഇപ്പോൾ നാട്ടിലൊരാളുടെ ശമ്പളം 50,000 അല്ല 1 ലക്ഷം അല്ല ഇനി 5 ലക്ഷം ഒക്കെ ആയാലും അയാൾ ജീവിതകാലം സമ്പാദിച്ച് പെട്ടെന്ന് ഒരു 3 വർഷം കൊണ്ട് 100 കോടി വർത്തുള്ള സാധനം എങ്ങനെ ഉണ്ടാക്കും ഇല്ലേ. അപ്പോൾ അത് ആളുകൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ഒരു മോഡൽ വരുമ്പം ഇതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഒരു ഇൻവെസ്റ്റർ വന്നു, അതിൻ്റെ ഒരു 3 കോടി അല്ലെങ്കിൽ വാട്ട് എവർ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ മാനേജ് ചെയ്യുന്നു. സോ ഇത് എൻഡ് ഓഫ് ദ ഡേ ഇതിൻ്റെ ഗുണവും ദോഷവും വരുമ്പോൾ നമ്മുടെ പേരിലാണ്. നല്ലതായിട്ട് പോയാലും ഷെഫ് പിള്ളയുടെയാണ്, മോശമായി പോയാലും നമ്മുടെ പേരിലായിരിക്കും വരും, നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനകത്ത് അപ്പോൾ ഇത് ചൂസ് ചെയ്യുന്നതിനകത്തും, അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു 5 വർഷം കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും പെട്ടെന്ന് ഇതെല്ലാം ഓപ്പർച്യൂണിറ്റി 100 കണക്കിന് വരുമ്പോഴാണ് നമ്മൾ 10 എണ്ണമെങ്കിലും ചെയ്യുന്നത്. ഷെഫ് പിള്ളയുടെ ടോട്ടൽ 28 സ്ഥലങ്ങളിലെ റെസ്റ്റോറൻറ്റ്സ് പറയാൻ പറഞ്ഞ ഒരു ടാസ്ക് ആയിട്ട് തരുവാണെങ്കിൽ പറയാൻ പറ്റുമോ? അവർക്കെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം, അതുപോലെ കൊച്ചിയിൽ 6 റെസ്റ്റോറൻറ്റ് ഉണ്ട്, തൃശ്ശൂർ 2 ഉണ്ട്, അത് കഴിഞ്ഞ് കോഴിക്കോട്, പാലക്കാട്, ബാംഗ്ലൂർ, ഇപ്പോൾ കുവൈറ്റ്, ബഹ്റിൻ, ഇനിയിപ്പോൾ നമ്മുടെ സൈൻ ചെയ്തേക്കുന്ന മസ്കറ്റ്, അതുപോലെ സൗദി, റിയാദ്, ജിദ്ദ. അപ്പോൾ ഇത് 28 കഴിഞ്ഞു പോയിപ്പോൾ വരാൻ പോകുന്നതാണ്. ഇപ്പോൾ ഇത് വരാൻ ഇനി കൊളംബോയിൽ നല്ലൊരു അടിപൊളി പ്രൊജക്റ്റ്, അതും ഒരു ഭയങ്കര ഒരു രസമുള്ളൊരു സംഭവമാണ്. അവിടെ അത് ഞാൻ പറയാം, ഇൻട്രസ്റ്റിംഗ് ഫാക്ടറൊക്കെ ഉള്ള അത് അനൗൺസ് ചെയ്യാം. പിന്നെ ഞാൻ ഏറ്റവും വലിയൊരു സന്തോഷം എൻ്റെ ഇടയ്ക്ക് ഒരു കൾണറി അക്കാഡമി ഓപ്പണായി. അത് ഇന്നലെ ഞാൻ അവിടെ പോയി സെക്കൻഡ് ബാച്ചിൻ്റെ തുടക്കം ആയിരുന്നു. നമ്മുടെ കൊടൈക്കനാൽ കൾണറി പഠിപ്പിക്കുന്നത് കൊടൈക്കനാൽ, ഊട്ടി അവിടെ ആവുന്നതിന് കാരണം എന്താ? അല്ല, അത് കാരണം വെച്ചാൽ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 42 ഏക്കറിലുള്ള ഒരു ക്യാമ്പസ് നമുക്ക് അങ്ങനെ കിട്ടി. അത് കൊടൈക്കനാൽ ക്രിസ്ത്യൻ കോളേജ് എന്ന് പറഞ്ഞ് വളരെ ഫേമസ് 30 years പ്ലസ് ആയിട്ടുള്ള വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അദ്ദേഹത്തുമായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഭയങ്കര രസമാണ്. ഞാനിപ്പോൾ ഇന്നലെ 4 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ലൊരു ചിൽഡ് ആയിട്ടുള്ള ക്യാമ്പസാണ്. അല്ല, നല്ലൊരു ഹില്ലിൻ്റെ മുകളിലല്ലേ, അപ്പോൾ അവിടെ പോയി നടക്കാനൊക്കെ രസമാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഒരു വെതർ നമ്മൾ വിയർക്കില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരു മനോഹരമായ ഒരു ക്യാമ്പസ് വന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് ആ കുട്ടികൾ ഇന്റേൺഷിപ്പ്, ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മുടെ 45 സ്റ്റുഡൻസിൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ബാച്ച് ഇപ്പോൾ ജോയിൻ ആയി. അപ്പോൾ ഇനി അടുത്ത വർഷം തൊട്ട് ഡിഗ്രി, ഇപ്പോൾ ഒരു 6 month ഡിപ്ലോമയാണ് നമ്മുടെ ഒരു കേരള ക്യൂസിനാണ്. ഇപ്പോൾ ഇനി അതിൻ്റെ ഒരു അഫിലിയേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നാലാണ് ഡിഗ്രി ചെയ്യാൻ പറ്റുക. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ വർഷം തൊട്ട് ഈ പുതിയ അക്കാഡമി കയറിയിട്ട് ഡിഗ്രി, PG, ക്രാഫ്റ്റ് കോഴ്സുകൾ, പിന്നെ ഞങ്ങൾ പുതിയൊരു സംഭവമൊക്കെ ഡിസൈൻ ചെയ്ത്, അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് പൊറോട്ട, അപ്പം, ദോശ സ്കിൽ ഡെവലപ്മെൻറ്റ് 2 മാസം കൊണ്ട് ഇനി ഏനി ഏജ് ഗ്രൂപ്പ് ഉള്ള ആളെയും പഠിപ്പിച്ചിറക്കിയ ഒരു മിനിമം സാലറി 30,000 രൂപയാണ്. ഒരു എഞ്ചിനീയറോ ഒരു MBBS ഫസ്റ്റ് ആഡ് ഹൗസ് സർജന് പോലും ചിലപ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല. ഒരു പൊറോട്ട മാസ്റ്റർക്ക് കേരളത്തിലെ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റിൽ പോയാൽ മിനിമം ഒരു 30,000 to 40,000 സാലറിയാണ്.
ആണല്ലേ? 2 മാസം കൊണ്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ അപ്പം ക്രാഷ് കോഴ്സ് ആണോ? ക്രാഫ്റ്റ് കോഴ്സ് വരിക, 2 മാസം നല്ല ചാക്ക് കണക്കിന് മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, അതുപോലെ അപ്പം നല്ല കപ്പി കാച്ചു. പക്ഷേ അത് ഒരു വെറുതെ ഇപ്പം അപ്പം ഉണ്ടാക്കാൻ നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും ഒരു നോൺ സ്റ്റിക്ക് പാനിൽ. പക്ഷെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എങ്ങനെ ആ ബാറ്ററിൻ്റെ ഫെർമെൻറ്റേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യും. 1000 അപ്പം ഉണ്ടാക്കിയാലും 10 അപ്പം ഉണ്ടാക്കിയാലും ആ കൺസിസ്റ്റൻസി എങ്ങനെ നിൽക്കും, കപ്പി കാച്ചി മാവ് എങ്ങനെ അരയ്ക്കണം, മാവ് എങ്ങനെ പുളിപ്പിക്കണം, ഏത് ചട്ടിയിൽ ചൂട് ടെമ്പറേച്ചർ കൂടിയാൽ അത് അപ്പം ഇളകി വരാണ്ടിരിക്കും, അതുപോലെ ദോശയുടെ ഒക്കെ ഇതിനൊക്കെ കുറേ ടെക്നിക്ക്. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞൊരു 3 months കൊണ്ട് പല ഷെഫിനെ കൊണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് അതിൻ്റെ കോഴ്സ് ഇത് അങ്ങനെ ഒരു പ്രോപ്പർ കോഴ്സായിട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അല്ല നിങ്ങളൊരു ഷെഫ് ആക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് 3 പഠിപ്പിക്കും. പൊറോട്ടയും അപ്പം മേ ബി ഇൻ സ്പെഷ്യലൈസ് ലൈക്ക് നിങ്ങൾ ഓർത്തോപീഡിയൻ സർജൻ എന്ന് പറഞ്ഞ പോലെ ഐ ആം എ മാസ്റ്റർ ഇൻ അപ്പം. അത് ബെസ്റ്റ് അപ്പം മേക്കറായിട്ട് 2 മാസം കൊണ്ട് പഠിച്ച് 2 മാസം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ട്രെയിൻ ചെയ്തിട്ട് യു ക്യാൻ ഗോ എനിവെയർ. ഭയങ്കര ഡിമാൻഡാണ്. എത്ര കോഴ്സ് പഠിക്കാൻ? അതിന്റെ ഫീസ് അവർ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. വളരെയൊക്കെ ചെറിയൊരു ഓൺലൈനിൽ പഠിപ്പിക്കോ? ഓൺലൈൻ പൊറോട്ട പഠിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ രസകരമായിട്ടുള്ള ഒത്തിരി. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു 30 years 40 years അല്ലെങ്കിൽ പല മേഖലയിൽ നിന്നിട്ട് ചിലപ്പോൾ ഇതിനൊക്കെ താല്പര്യമുള്ള ഒരാൾ അല്ലെങ്കിൽ കുക്കിങ്ങിനൊക്കെ താല്പര്യമുള്ള ഒരാൾക്ക് ഒരു കരിയർ തുടങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ ഒരു ഇത് 2 months മിക്കവാറും അടുത്ത അക്കാഡമിക് അതിൻ്റെ കംപ്ലീറ്റ് കോഴ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരാൾ വന്നാൽ അയാളെ 2 മാസം കൊണ്ട് പഠിപ്പിക്കണമല്ലോ. 2 മാസം കൊണ്ട് പഠിപ്പിക്കാൻ എന്തൊക്കെ ആണ് പോകണം. ഷെഫ് പിള്ള പഠിപ്പിക്കുന്നുണ്ട് പഠിക്കാൻ വരുന്ന കുട്ടികൾ? അതെ ഞാൻ എല്ലാ ദിവസവും ഇല്ല. ഞാൻ പോയ ഒരു ഫസ്റ്റ് ബാച്ചിന് ഒരു മാസം ഇന്നലെ പോയിട്ട് എല്ലാവർക്കും ഒരു നിർവ്വാണം ഉണ്ടാക്കി പഠിപ്പിച്ചു. വേണാട് പാൽക്കൊഞ്ച്, ഇഞ്ചിപ്പുളി, ചിക്കൻ വിങ്സ് എല്ലാവർക്കും അത്. ഇപ്പം ഞാൻ ചോദിക്കും നിങ്ങൾക്ക് വേറെ എന്താ? നമുക്ക് ഇതൊക്കെ അറിയണം എല്ലാ ബാച്ചും. അപ്പോൾ എനിക്കും ഭയങ്കര ഈസിയായി. ഇത് ഇപ്പോൾ ഒരു 1000 തവണയെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് ഈ ഒരു ഷോയിലെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ മുമ്പിൽ പോയി നമുക്ക് ഈസിയുള്ള കാര്യമാണ്, അവർക്കും അതാണ് വേണ്ടത്. ഷെഫ് പിള്ള ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇപ്പോൾ എവിടെ വരണം? രസത്തിനെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി കുക്ക് ചെയ്യാറുണ്ടോ? കൊച്ചിയിലെങ്കിലും? പിന്നെ ഞാൻ ചെയ്യാറും എല്ലാ ഇപ്പോൾ ഈ കുക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫുൾ ടൈം ഒരു ഷെഫ് എന്ന നിലയിൽ നിന്ന് ചെയ്യുന്ന ഒരു സമയം നമുക്ക് എല്ലായിടത്തും പോയി അതൊരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ ഇപ്പോൾ എൻ്റെ ഫുഡ് ഫെസ്റ്റിവൽ ഞാനിപ്പോൾ പോയി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അഹമ്മദാബാദിലായിരുന്നു. അപ്പോൾ മാരിയറ്റിൽ അവിടെ 4 days ഫുഡ് ഫെസ്റ്റിവലാണ്. പിന്നെ അവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ എൻ്റെ ഒരു ടീമും ഞാനും കൂടെ പോയാണ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു കുക്ക്. ഫുഡ് ഫെസ്റ്റിവലിൽ നമ്മളൊരു 3 days അവരുടെ റെസ്റ്റോറൻറ്റ് അതൊരു പോപ്പപ്പ് ഡിന്നർ എന്നാണ് പറയുക. അപ്പോൾ പോപ്പപ്പ് ഡിന്നർ ഇപ്പോൾ ഇനി അത് യൂറോപ്പിലൊക്കെ ഭയങ്കര, ഇപ്പോൾ ഇന്ത്യയിൽ അത് ഭയങ്കരമായിട്ട് പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് വേറെ ഷെഫ് വന്ന് ഏറ്റെടുക്കും. ഫോർ 3 days പുള്ളിയുടെ ഫുഡായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇത് മാരിയറ്റിൻ്റെ ഇപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെന്നൈ ഹയാത്തിലാണ്. അതുപോലെ കൊളംബോയിൽ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട്. ഇവിടെ ഒരു ഫെസ്റ്റിവൽ, ഒരു അമേസിങ് ഫെസ്റ്റിവൽ കുമരകം ലേക്ക് റിസോർട്ട് എന്ന് വെച്ചാൽ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ടാണ് കുമരകം ലേക്ക് റിസോർട്ട്. ഒരിക്കലെങ്കിലും പോയി താമസിക്കണം എന്ന് പറയും. കുറച്ച് സൂപ്പർ ലക്ഷറിയാണ്, ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ട്. അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, കുക്കിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരു പ്രെഡിക്റ്റ് ചെയ്ത് ഇന്നടത്താണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പം അല്ലാതെ ഇന്ന് കഴിക്കാം ഞാനവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിട്ട് വരാം. ഞാൻ കുറച്ച് ഫേമസ് ആൾക്കാരുടെ പേര് പറയും. ഇവർക്ക് ഷെഫ് പിള്ള എന്തുണ്ടാക്കി കൊടുക്കുന്ന പറയണം. സഞ്ജു സാംസണിൽ തുടങ്ങാം. അയ്യോ സഞ്ജു സാംസൺ, ഇപ്പോൾ സഞ്ജുവിനെ കുറിച്ച് സഞ്ജു സാംസണ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും സഞ്ജു സാംസൺ ഓരോ ഡിഷ് കൊടുത്താൽ പോരാ, പുള്ളിയുടെ ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ വെസ്റ്റ് ഇൻഡീസിന്റെ മാച്ച് കളി ജയിച്ചു. അത് കഴിഞ്ഞ് മുംബൈയിലാണ് കളി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മാനേജറുടെ കോള്, ചേട്ടാ ഇന്ന് പുള്ളിക്ക് ഭയങ്കര മൂഡാ, ഇനി 3 ദിവസം. അപ്പോൾ ഫസ്റ്റ് മാച്ച് കഴിച്ച് ഞാനിലേക്കാണ് ഇത്തിരി പഴങ്കഞ്ഞി വേണം രാത്രി. സോ പഴങ്കഞ്ഞി ഇത്തിരി മീനും കപ്പയും കഴിക്കണം. പെട്ടെന്ന് തന്നെ ഞാൻ ക്രേവിങ്. അപ്പം എനിക്ക് മെനു വന്നു. അപ്പം മാനേജർ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഫോൺ വരുന്നു. ഞാൻ അവിടെ പെട്ടെന്ന് ബോംബെയിൽ പോയി നാടൻ ഈ സാധനം വേണം. 7 മണിക്കാണ് വിളിക്കുന്നത്, രാത്രി 9 മണിക്ക് കഴിക്കണം. അതെ, അല്ല രാത്രി പഴങ്കഞ്ഞി കിട്ടില്ലല്ലോ. അപ്പോൾ പഴങ്കഞ്ഞി കഴിക്കാനുള്ള ക്രേവിങ്. അപ്പോൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പുള്ളിയുടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അമേസിങ്, ഒരു രക്ഷയില്ലാത്തൊരു മനുഷ്യനാണ്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ കഴിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇത് കളി ജയിച്ച് പോയിട്ടാ, ഇനിയിപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ അടുത്ത കളി. അപ്പോൾ അന്ന് കഴിക്കണമെന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ ഞാൻ പറയാം രാത്രി പഴങ്കഞ്ഞി കിട്ടത്തില്ല, വേണേ കഞ്ഞി ഉണ്ടാക്കി തരാം. അങ്ങനെ നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, ഒരു കട, കോഴിക്കോടാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ വിക്ടോറിയ ടെർമിനൽസിൻ്റെ അടുത്തോട്ട് ചെറിയ കുഞ്ഞ് കേരള കടയാണ്. ഞാൻ ഒരിക്കൽ തേടി പിടിച്ച് പോയി കഴിച്ച നല്ല ഭക്ഷണം. പക്ഷെ അത് നോട്ടിലേക്ക് ഭയങ്കര നമ്മുടെ നാടൻ തട്ടുകട പോലെ സാധനം. ഞാൻ ഇക്കാനെ വിളിച്ചു പറഞ്ഞു, ഇക്കാ ഒരു ഇത്തിരി പഴങ്കഞ്ഞി കിട്ടുമോ? പഴങ്കഞ്ഞി ഇപ്പോൾ ഇല്ല, കഞ്ഞി വേണേ തരാം. അങ്ങനെ കഞ്ഞി, കുറച്ച് മീൻ പൊരിച്ചത്, ചമ്മന്തി, പപ്പടം, ഇതൊക്കെയാണ് പുള്ളിയുടെ ഫേവറേറ്റ്. കപ്പയൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് നേരെ സെൻറ്റ് റെജസിൽ കൊടുത്തു വിട്ട് പുള്ളി കഴിച്ചു.
അതൊക്കെ അതാ പറയും. അത് പിന്നെ നമ്മൾ എവിടെ പോയാലും ചിലപ്പോൾ വിളിക്കും പുള്ളി. ചിലപ്പം US നിന്നിട്ട് വിളിക്കും, ഇന്ന ഫുഡ് എവിടെ, ഇവിടുന്ന് ഞാനിപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലാണ്, എവിടെയാണ് പോയി കഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ. ഭയങ്കര നല്ലൊരു ഫുഡിയാണ് അത്. ഇവിടെ വന്ന് ടൂർണമെൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരും ഒരു ചീറ്റ് ഡേ എന്ന് പറഞ്ഞ്. അപ്പോൾ പറയും, ചേട്ടാ ഞാനൊന്നും ഓർഡർ ചെയ്തില്ല, യു ഗീവ് വാട്ടർ. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല റിബ്സൊക്കെ ഗ്രില്ല് ചെയ്ത് കുറേ ഫിഷ്, പിന്നെ നിർവ്വാണയൊക്കെ പുള്ളി എന്തായാലും കഴിക്കും. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൊണ്ടങ്ങ് കൊടുക്കും. അപ്പോൾ പുള്ളിക്ക് ഒരു പ്രത്യേക ഒരു ഭയങ്കര ഒരു ഡിസിപ്ലിൻ്റെ അങ്ങേയറ്റം. ഞാൻ വിരാട് കോഹ്ലിയാണ് ഞാനത് വേറെ രീതിയിൽ കണ്ടേക്കുന്നത്. ഫേമസ് ആൾക്കാർ ഫുഡ് എവിടെയാണ് നല്ല കിട്ടാന്ന് വെച്ച് വിളിക്കാറുണ്ടല്ലേ? അത് ഒത്തിരി പേര് വിളിക്കും. റീസെന്റ് വിളിച്ചായിരിക്കാം അത് മമ്മൂക്കയ്ക്ക്. ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് ലണ്ടനിൽ നിന്നപ്പം ഞാനൊരു പെട്ടെന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞ്, ഷെഫെ ഞാൻ ഇന്ന് രാവിലെ തിരിച്ചു അടുത്ത വേണം പോയി. ഞാനൊരു ഒരു പേർഷ്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട് നല്ല. അപ്പം ലണ്ടനിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്കയ്ക്കും വാട്സാപ്പിൽ അയച്ച്, ബാരൻ ചെക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, വെരി ഫേമസ്, നല്ല പേർഷ്യൻ ഫുഡിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കിയാൻ സമയാനി എന്ന് പറഞ്ഞൊരു ഷെഫിൻ്റെ ആണ്, ഒരു പേർഷ്യൻ, ലണ്ടൻ ഒറിജിനൽ. അപ്പം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് മെസ്സേജ് അയച്ചു, നാളെ വെളുപ്പിനെ പോവാണ്, ഇതെന്താ 2 ദിവസം പറയാൻ. അങ്ങനെ മെസ്സേജ് ഇടയ്ക്ക് അങ്ങനെ പലർക്കും വിളിക്കും, ഇടയ്ക്ക് വിളിക്കും. ചാക്കോച്ചനൊക്കെ നമ്മുടെ അടുത്ത് പറയും, ഇന്നടുത്ത് പോകണം, ഏത് റെസ്റ്റോറൻറ്റ് പോകണം. അവരൊക്കെ യൂറോപ്പിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും ചോദിക്കല്. ഓക്കെ, നമ്മൾ ഫേമസ് ആൾക്കാർക്ക് എന്തുണ്ടായി കൊടുക്കുന്നതാണ്. അപ്പോൾ സഞ്ജു ശരി, മെസ്സിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പുള്ളി ഒരു അവരൊക്കെ അർജൻറ്റീന എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൻ്റെ പാർട്ടാണ് നല്ല ബീഫ്. അപ്പോൾ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു വരുമ്പം നമ്മുടെ കേരള സ്റ്റൈലൊരു ബീഫ് ഫ്രൈ ഒന്നും കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അവരുടെ ഒരു മെത്തേഡിൽ നമ്മളുടെ മീറ്റ്, ഇവിടുത്തെ ഫ്ലേവർഫുള്ളായിട്ടുള്ള നമ്മുടെ ബീഫുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേക്ക് ഒരു കറിവേപ്പില ഫ്ലേവറിൽ കൊടുക്കണം, ഭയങ്കര. അവർക്ക് റോസ്മേരി ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഭയങ്കര സ്റ്റേക്സൊക്കെയാണ് ആ ഒരു പാർട്ട് ഓഫ്. നമ്മളിവിടെ തട്ടുദോശയും ചമ്മന്തി എന്നൊക്കെ പറയുന്ന പോലെയാണ് നല്ല മീറ്റ് സ്റ്റേക്ക് അടിച്ചിട്ട് കഴിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നാൽ ഒരു കൊച്ചി സ്റ്റൈല് നല്ല കറിവേപ്പിലയുടെ ഒരു എണ്ണയുണ്ട്, കറിവേപ്പില ഇല നമ്മൾ വറുത്തിട്ട് അത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ഓയിൽ കിട്ടും. അത് ഇൻഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയുടെ വേറെ തരം ഫ്ലേവർ വരും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റേക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് നരേന്ദ്രമോദി. പ്യൂർ വെജ്. അദ്ദേഹത്തിന് ഞാൻ കേട്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മഷ്റൂം ഉണ്ട്, ഭയങ്കര വിലയാണ്, മഞ്ഞുരുകി പോയതിനു ശേഷമാണ് കിട്ടുക. പിണറായി സഖാവിനാണ്, അദ്ദേഹത്തിന് മത്സ്യക്കറി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഞാൻ ഓരോ ജില്ല പറയും, അവിടുത്തെ ഒരു ഫേവറേറ്റ് ആർക്കും അറിയാത്തൊരു സ്പോട്ട് പറയണം. പിന്നെ